ബീഫ് മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയ എൻ്റെ അമ്മ അതൊരു ബീഫ് ബിരിയാണി ആക്കിയ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമേ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ സവാള, പിന്നെ മല്ലിയില, നമ്മുടെ മീറ്റ് മസാല, പിന്നെ കുറച്ച് മാഗിയുടെ ക്യൂബ്സ് വാങ്ങാൻ കിട്ടും, അതും പിന്നെ സൺഫ്ലവർ ഓയിൽ. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ മന്തി മസാല. അത് നമ്മൾ തന്നെ മേക്ക് ചെയ്തതാണ്. അതിൻ്റെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമേ ഒരു കുക്കർ എടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു, അതിനുശേഷം അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, തക്കോലം ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ശേഷം അതിലേക്ക് സവാള ഇട്ടു, പിന്നെയും നല്ലോണം അത് മിക്സ് ചെയ്ത് ഏകദേശം മൂപ്പിക്കുന്ന പരുവം എത്തി. അതിനുശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെയും നമ്മൾ മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം അത് മെയിൻ ക്യാരക്ടറായ ബീഫ് ആഡ് ചെയ്യാണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് 1.5 കിലോ ബീഫിന് 1.5 കിലോ റൈസ് എന്നുള്ള അനുപാതത്തിലാണ്. എന്നിട്ട് അത് ആഡ് ചെയ്തു നല്ലോണം. എന്നിട്ട് കുറച്ച് മുളക് പൊടി എടുത്തു, അത് നല്ലോണം മൂപ്പിച്ചു. എന്നിട്ട് അത് ആഡ് ചെയ്തു, പിന്നെയും മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മല്ലിയില ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്തു, പിന്നെയും മിക്സ് ചെയ്തു. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതും ആഡ് ചെയ്തു, പിന്നെയും മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് മാഗി ക്യൂബ്സും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ മീറ്റ് മസാലയും മന്തി മസാലയും ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് നാരങ്ങാ നീരും ആഡ് ചെയ്തിട്ട് അത് വിസിലേക്കാനായിട്ട് വെച്ചു. ഇതേ ടൈമിൽ നമ്മൾ വേറൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ബേ ലീവ്സ് ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുത്തു. അരി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും ആഡ് ചെയ്തു. കൊണ്ട് ബീഫ് റെഡിയായിരുന്നു. പക്ഷേ ഇതിൽ ചെയ്ത മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫും റൈസും കൂടെ ദം ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ അത് ദം ബിരിയാണി ആയില്ലേ, കുഴഞ്ഞു മറിഞ്ഞു. അങ്ങനെ നമ്മുടെ ബീഫ് മന്തി ബീഫ് ബിരിയാണി ആയി. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ.